പക്ഷെ 10 കൊല്ലമായി മാളത്തിലാണ്, പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഏത് കൊലക്കൊമ്പനായാലും വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയാൽ സഹജീവികളെ കൊന്നുതള്ളുന്ന സംഘർഷങ്ങളിലേക്ക് നാടിനെ നയിക്കാൻ ശ്രമിച്ചാൽ വിലങ്ങണിയിച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ഒക്കെ മാളത്തിലിരിക്കുകയാണ്. എന്നാൽ UDF ഭരിക്കുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കൾ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും മുഖ്യമന്ത്രി പദത്തിൽ അധികാരത്തിലിരുന്ന കാലത്ത് എത്ര വർഗീയ കലാപം, എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം. ഞാനതെല്ലാം വിശദീകരിച്ച് നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വീണ്ടും ചർച്ച ചെയ്ത് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കുന്നില്ല. പക്ഷെ ഒന്നോർത്തോളണം, തലങ്ങും വിലങ്ങും വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട നിരപരാധികളായ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ തെരുവിൽ വീണു മരിച്ച കണ്ണുനീരും ചോരയും നനഞ്ഞ ഒരു കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പാടില്ല. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊരിക്കലാണ് പാലക്കാട് നഗരത്തിൽ പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിച്ചു പെൺകുട്ടി, ഞാനിപ്പോഴും ആ കുഞ്ഞിന്റെ പേര് ഓർക്കുന്നുണ്ട്, സിറാജുന്നീസ, കേരളത്തിലെ പോലീസ് വെടിവെച്ച് കൊന്നു. 10 വയസ്സുള്ള കുഞ്ഞിനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ, പോലീസ് വെടിവെപ്പുണ്ടായാൽ എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുക. പാലക്കാട്ടെ വെടിവെപ്പിനെ കുറിച്ച് വേറെയും വിവാദങ്ങളും ദുരൂഹതകളും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടന്നു പോകുന്നില്ല. മനുഷ്യരെ കൊന്നുതള്ളാൻ വർഗീയവാദികൾ കറപ്പില്ലാതിരുന്നൊരു കാലം. അന്ന് ഗവൺമെന്റ് മൂക സാക്ഷിയായിരുന്നു. പ്രവീൺ തൊഗാഡി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വർഗീയവാദി ഈ കോഴിക്കോട് വന്ന് പ്രസംഗിച്ചപ്പോ വർഗീയ വിഷം തുപ്പുന്ന ആ പ്രസംഗത്തിന്റെ പേരിൽ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. RSS ആസ്ഥാനത്തു നിന്നും അന്ത്യശാസനം വന്നു. ഇപ്പൊ പിൻവലിച്ചോളണം. പിൻവലിച്ചു കൊടുത്തില്ലേ UDFന്റെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ ഗവൺമെന്റ്? തിരുവനന്തപുരത്ത് MG കോളേജിൽ RSS ക്രിമിനൽ സംഘം അഴിഞ്ഞാടിയപ്പോ തടയാൻ ശ്രമിച്ചൊരു പോലീസ് ഓഫീസർ RSSകാർ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ബോംബ് പൊട്ടി അദ്ദേഹത്തിന്റെ ഒരു കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. RSS ആസ്ഥാനത്ത് നിന്നും ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. ഈ മണിക്കൂറിൽ, അടുത്ത മണിക്കൂറിലേക്ക് നീട്ടാൻ പറ്റില്ല. മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് പിൻവലിച്ചു കേസ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടം, സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസുകാരനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പിൻവലിക്കുന്നത്. അതായിരുന്നു കേരളം. എന്താ കാരണം? RSS വരയ്ക്കുന്ന വരയ്ക്കപ്പുറം പോകാൻ കഴിയാതെ അവരുടെ തടവുകാരായി നിന്നു, അവരുടെ ആജ്ഞാനുവർത്തികളായി വിനീത വിധേയരായ ഭൃത്യരായി നിന്നു. കാരണം അവരുടെ പിന്തുണയിലാണ് നിൽക്കുന്നത്. അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത്. അവരുടെ മാത്രമല്ല, മറുവർഗീയതയുടെ ഇരുവർഗീയവാദികളും ആ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തു. ഒരു കൂട്ടർക്കും എതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. നാട്ടിൽ വർഗീയ കലാപങ്ങൾ ആളിക്കത്തുമ്പോ, മനുഷ്യർ കൊല്ലപ്പെടുമ്പോ, കടകമ്പോളങ്ങളും വീടുകളും അഗ്നിക്കിരയാക്കപ്പെടുമ്പോ, വീടുകളിൽ നിന്നും മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യുമ്പോ, ആരെപ്പോൾ കൊല്ലപ്പെടുമെന്ന് പറയാനാവാത്ത ഭീതിയുടെ അന്തരീക്ഷത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നു വരുമ്പോ കാഴ്ചക്കാരായി നിന്നു UDFന്റെ സർക്കാർ. 10 കൊല്ലമായിട്ടോ ആ കാലം മാറി, ആ മുറിവുകൾ ഉണങ്ങി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പതിറ്റാണ്ട്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലം. ഈ കാലം തുടരണോ എന്നതാണ് ചോദ്യം. വീണ്ടും അരാജകത്വത്തിന്റെ, സംഘർഷങ്ങളുടെ, വർഗീയ കലാപങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്ക് കേരളം പോകണമോ? അതാണ് ചോദ്യം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ടാവേണ്ടത് ക്ഷേമ പെൻഷൻ മുടങ്ങണോ, സ്കൂൾ പൂട്ടണോ? 10 കൊല്ലമായിട്ടോ ആ കാലം മാറി, ആ മുറിവുകൾ ഉണങ്ങി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പതിറ്റാണ്ട്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലം. ഈ കാലം തുടരണോ എന്നതാണ് ചോദ്യം. വീണ്ടും അരാജകത്വത്തിന്റെ, സംഘർഷങ്ങളുടെ, വർഗീയ കലാപങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്ക് കേരളം പോകണമോ? അതാണ് ചോദ്യം.
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ടാവേണ്ടത് ക്ഷേമ പെൻഷൻ മുടങ്ങണോ, സ്കൂൾ പൂട്ടണോ, PSC നിയമനങ്ങൾ മരവിപ്പിക്കണോ, നാട്ടിൽ വർഗീയ കലാപങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടണോ? ഈ ചോദ്യമാണ് മുൻപിലുള്ളത്. കേരളം തകർന്നു പോകണോ? അതാണ് ചോദ്യം. ഒരു മലയാളിയും കേരളം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കില്ല. അതിന് ഇടതുപക്ഷം കരുത്തോടെ തുടരണം എന്ന് തന്നെയാണ് മറുപടി. ഇവിടെ തവനൂരിൽ ഇടതുപക്ഷത്തിന്റെ മൂന്നാം ഊഴത്തിന് സംസ്ഥാനം തയ്യാറെടുക്കുന്നു. തവനൂരിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഞാൻ പ്രത്യേകമായി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഡോക്ടർ KT ജലീൽ. KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റും. നല്ല ഉത്തരവാദിത്വ ബോധത്തോടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ എനിക്ക് പറയാനാവും, ഡോക്ടർ KT ജലീലിനെ ഒരു തവണ കൂടി കേരള നിയമസഭയിലേക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് തിരഞ്ഞെടുക്കുമ്പോ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തലകുരിക്കേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ്. തലകുരിക്കേണ്ടി വരില്ലെന്ന് മാത്രമല്ല, അഭിമാനത്തോടെ പറയാനാവും, ഡോക്ടർ KT ജലീലിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് ഞങ്ങൾ വോട്ടർമാർ എന്ന് പറയാനാവും. ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ മറ്റാരെങ്കിലും ഇകഴ്ത്താനൊന്നും ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. അതൊരു ഇടതുപക്ഷ സംസ്കാരത്തിന്റെ ഭാഗമല്ല. കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയുണർത്തുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ ശബ്ദമാണ് ഡോക്ടർ KT ജലീൽ. എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള, ഏറ്റവും ഹൃദയബദ്ധമുള്ള ഒരു സഹോദരനാണ് KT ജലീൽ. ഞങ്ങൾ ഒരുമിച്ച് ഒരു മാസം രാഷ്ട്രീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി ഈ കേരളത്തിൽ സഞ്ചരിച്ചവരാണ്. അദ്ദേഹത്തിന്റെ ഹൃദയ നൈർമല്യം, കാഴ്ചപ്പാടുകളിലെ വ്യക്തത, സാമൂഹ്യ പ്രതിബദ്ധത, അതെല്ലാം തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ കൂടി എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, അടുപ്പമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എങ്കിലും ഇങ്ങനെയൊരു സദസ്സിൽ ഞാൻ എന്റെ അഭിപ്രായം, എന്റെ ഹൃദയ വികാരം പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ധൈര്യസമേതം ഏത് ചുമതലയും ഏൽപ്പിക്കാൻ പറ്റിയ, പൂർണ്ണമായും വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് KT ജലീൽ. അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നത് തവനൂരിലെ ഓരോ വോട്ടർക്കും അഭിമാനിക്കാനുള്ള വകയാണ്. നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷതയുടെ ദൃഢമാർന്ന ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാവണം. രാഷ്ട്രീയം മലീമസമാകുന്ന ഒരു കാലത്ത് രാഷ്ട്രീയത്തെ മൂല്യവത്താക്കി മാറ്റാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തെ ആദർശാത്മകമായി മുൻപോട്ട് കൊണ്ടുപോകാൻ, രാഷ്ട്രീയത്തിലെ കച്ചവട ശക്തികൾക്കെതിരെ കരുത്തുറ്റ നിലപാട് സ്വീകരിക്കാൻ നമുക്കൊരു KT ജലീൽ വേണം. അത് തവനൂരിന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം അദ്ദേഹം വ്യക്തിപരമായി ഇനി തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്നെല്ലാം വളരെ ശക്തമായി ആവശ്യപ്പെട്ടപ്പോഴും പുതിയ ആളുകൾക്കെല്ലാം വിവിധ ഇടങ്ങളിൽ അവസരം കൊടുത്തുകൊണ്ട് തന്നെ കേരള നിയമസഭയ്ക്ക്, കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയ്ക്ക് അതിനെ മൂല്യവത്തായി മുന്നോട്ട് നയിക്കാൻ KT ജലീൽ എന്ന ഈ മനുഷ്യൻ വേണം എന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം തീരുമാനിക്കാൻ കാരണം അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ അതാണ് ഈ നാട് KT ജലീലിനെ വിജയിപ്പിക്കണം. ആ വിജയത്തിന് ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ വാശിയോടെ, വർദ്ധിത വീര്യത്തോടെ രംഗത്തിറങ്ങണം. തിളക്കമാർന്ന, എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മഹാവിജയം നേടിയിട്ടേ ഞങ്ങൾ പിന്മടങ്ങൂ എന്ന നിലപാടുമായി ഇനി ഒരാഴ്ചക്കാലം ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തിളക്കമാർന്ന വിജയം ഉറപ്പുവരുത്താൻ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ചിഹ്നം കൂടി ഒന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഞാൻ നോക്കി, ചിഹ്നം ലോറിയാണ്. അത് നന്നായി. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ റോഡുകളിലെ ഏറ്റവും കരുത്തുറ്റ വാഹനം ലോറിയാണ്, അല്ലാതെ സൈക്കിളും ഒന്നുമല്ല. പണ്ടൊക്കെ ആളുകൾക്ക് ഓട്ടോറിക്ഷയും കാറും ഒക്കെ ചിഹ്നമായിട്ട് കിട്ടുമായിരുന്നു. ഒന്നോർത്തു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങളല്ല, ലോറിയാണ് വേണ്ടത്. ഏറ്റവും കരുത്തുറ്റ വാഹനം, ഏത് മറുവാഹനത്തിന്റെയും മുന്നിൽ നിവർന്നു നിൽക്കാൻ നെഞ്ചുറപ്പുള്ള, കരുത്തുള്ള, തന്റേടമുള്ള വാഹനം, അതാണ് ലോറി. അതാണ് നമ്മുടെ ചിഹ്നം. എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞു തന്നതാണ്. KT ജലീലിനെ പോലെ കഴിവും കരുത്തുമുള്ള ഒരാൾക്ക് യോജിച്ച ചിഹ്നമാണ്
ഈ കരുത്തിന്റെ വാഹനം എന്നതായിരിക്കാം ഒരുപക്ഷെ ആ വാഹനം ചിഹ്നമായി തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ചിഹ്നം ചിലപ്പോ കഴിഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് ആളുകളെ നന്നായി പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് പറയാൻ പറ്റും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും ഞാൻ വരാം. നമ്മുടെ ആഹ്ലാദത്തിൽ പങ്കാളിയാകാൻ അഭിവാദനം.